അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം. അങ്ങനെ ചാലക്കുടി അമ്പിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഇന്നാണ്. ഇന്നാണ് ടൗൺ അമ്പ്. നമുക്കറിയാം, ഇന്ന് വ്യാപാരികളുടെ വലിയൊരു മഹോത്സവമാണ്. വ്യാപാരികളാണ് ഇന്ന് നമ്മുടെ ചാലക്കുടി പട്ടണത്തെ ഇത്ര മനോഹരമായിട്ട് കളറാക്കി മാറ്റുന്നത്. നിങ്ങൾ ഏതെങ്കിലും പട്ടണങ്ങളിൽ ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങളുടെ ചാലക്കുടി പട്ടണത്തിൽ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം ചാലക്കുടിയിൽ ഒരു 2000-ന് മേലെ വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ ഒരു 1500-ന് മേലെ വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ അമ്പ് കയറ്റി, പ്രാർത്ഥിച്ച് അതിനെ വണങ്ങി, അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഈ അമ്പ് പ്രദർശനം ഇന്നത്തോടു കൂടി ഇതിന് സമാപനം കുറിക്കുന്നത്. ശനിയാഴ്ച സൗത്ത് അമ്പിനോട് ബന്ധപ്പെട്ട് അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ കയറ്റി. ഇന്ന് അതിന് ശേഷം ഒരു 800, 900-ന് മേലെ വ്യാപാര സ്ഥാപനങ്ങളിൽ അമ്പ് കയറ്റുന്നു. ഇത് മാത്രമല്ല, വ്യാപാരികൾ ഇന്ന് രാവിലെ തന്നെ പള്ളിയിലെത്തി. അതായത് മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ നിന്നും ശിങ്കാരിമേളവും ബാൻഡ് സെറ്റും ഒക്കെ ആയിട്ട് 2 സെറ്റ് ബാൻഡ് സെറ്റ് ഉണ്ട്. ബാൻഡ് സെറ്റും ശിങ്കാരിമേളമായിട്ടൊക്കെ വ്യാപാരികൾ വന്ന് പള്ളിയിൽ കയറി അച്ഛനിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ച് അമ്പ് അവിടെ നിന്നും എഴുന്നള്ളിച്ച് ഇത്രയും പേര് ഈ പല ഭാഗങ്ങളിലേക്ക് ഈ അമ്പ് ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാ കടകളിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ അമ്പ് തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ അമ്പ് വണങ്ങുന്നതിന് വേണ്ടി കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയ ഉത്സവമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിയിലെ വ്യാപാരികൾ ചാലക്കുടിയിലെ അമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ശരിക്കും തന്നെ കാണേണ്ട ഒരു സംഭവം തന്നെ. ഞങ്ങളുടെ ചാലക്കുടിയുടെ ഒരു ദേശീയോത്സവം എന്നതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മതമൈത്രിയുടെ മാനവികതയുടെ വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ അമ്പ് തിരുനാൾ ആഘോഷം വളരെ സമ്മോഹന കാഴ്ചയായിട്ട് വ്യാപാരികൾ ഇത് നടത്തുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നഗരക്കാഴ്ചകളാണ്. ഏകദേശം നമ്മുടെ ആനമല ജംഗ്ഷൻ മുതൽ നമ്മളുടെ സൗത്ത് ജംഗ്ഷൻ വരെ 10 വേദികളിലായിട്ട് നഗരക്കാഴ്ചകൾ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതായത് പല വേദികളിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ വേദികളിലൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടായിരിക്കും. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പരിപാടികൾ, അടിപൊളി കിടിലൻ പ്രോഗ്രാമുകളാണ്. റഷ്യൻ ഡാൻസ് ഉൾപ്പെടെ ഫാഷൻ ഷോ, പപ്പറ്റ് ഷോ എന്നിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളാണ് ഇതിൽ മുഴുവനും സജ്ജമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ചാലക്കുടി പട്ടണത്തിലേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിലാണ് ഈ നഗര കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആനമല ജംഗ്ഷനിലെ മോഡി ബേക്കറിയുടെ ഫ്രണ്ടിലുള്ള സ്റ്റേജ് മുതൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ആ മൈജി ഷോറൂമിന്റെ ഒക്കെ പ്രതി കുറച്ച് മാറിയിട്ട് ആ ഹെഡ്ലോഡ് യൂണിയന്റെ ഒക്കെ ഓഫീസിന്റെ അവരിയ്ക്കുന്ന ആ ഭാഗത്തായിട്ട് ഉള്ള സ്റ്റേജ് ഉൾപ്പെടെ 10 സ്റ്റേജുകളിലായിട്ടാണ് ഈ നഗരക്കാഴ്ചകൾ അണിനിരക്കുന്നത്. ഞാൻ ആ സ്റ്റേജുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് ചാലക്കുടിയിലേക്ക് വരുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചാലക്കുടിയുടെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഈ വേദികൾ എവിടെയാണെന്നൊക്കെ അറിയില്ല. മർച്ചന്റ് അസോസിയേഷൻ അത് കൃത്യമായിട്ട് തന്നെ അതിന് റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വേദികൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് ഈ നഗരക്കാഴ്ചകൾ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിങ്ങും കൂടി ടൗൺ അമ്പിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന നഗരക്കാഴ്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് 7 മണി മുതൽ സ്റ്റാർട്ട് ആവാണ്. എവിടെയാണ് നമ്മുടെ വേദികൾ? വേദികൾ 10 വേദികളാണ്. ഒന്നാമത്തെ വേദി എന്ന് പറയുന്നത് സ്റ്റേജ് 1 നമ്മുടെ ട്രാംവേ ജംഗ്ഷൻ, നമ്മുടെ ചാലക്കുടിയുടെ ദുബായ് തെരുവ് എന്ന് പറയുന്ന ട്രാംവേ ജംഗ്ഷനിൽ മോഡി ബേക്കറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റേജ് 1. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപ്പൻ പരിപാടികൾ ആസ്വദിക്കാം. സ്റ്റേജ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനമല ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കുറച്ചു നേരം ആ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നോർത്തിലേക്ക് പോരുന്ന വശത്ത് ലെൻസ് വിഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ അവിടെയാണ് സ്റ്റേജ് 2. കിട്ടില്ലൻ പരിപാടികൾ അവിടെയുണ്ട്. ഈ സ്റ്റേജ് 2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രങ്ക് റോഡ് ജംഗ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സെൽടെക് മൊബൈൽ ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ, പഴയ എടശ്ശേരി ജ്വല്ലറിയുടെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് സ്റ്റേജ് 3. അവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ബൈജു ആൻഡ് ടീം അവരുടെ മാജിക് ഷോ, ബൊമ്മ ഡാൻസ് അങ്ങനെ ഉൾപ്പെടെ കിടിലം പരിപാടികൾ ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നമ്മുടെ പഴയ എടശ്ശേരി ജ്വല്ലറിയുടെ മുന്നിലായിട്ട് സെൽടെക് മൊബൈൽ ഷോപ്പിന്റെ അടുത്തായിട്ടുള്ള വേദി സ്റ്റേജ് 3 അങ്ങോട്ട് കിഡിലനായിട്ട് അങ്ങോട്ട് നടക്കാണ്. പിന്നെ അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാര ഭവന്റെ മുന്നിലാണ്. അവിടെയും അടാറ് പരിപാടികളാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ കിടക്കുന്നു സ്റ്റേജ് 5. എവിടെ? ടൗൺ ഹാളിന്റെ മുന്നിൽ. ടൗൺ ഹാളിന്റെ മുന്നിലാണ് സ്റ്റേജ് 5. അവിടെയും പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേജ് 6 ടൗൺ ഹാളിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡേൺ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഫർണിച്ചർ കാണാം. ആ ഫർണിച്ചറിന്റെ മുന്നിലായിട്ടാണ് സ്റ്റേജ് 6 ഒരുക്കിയിട്ടുള്ളത്. അവിടെയും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റ് ഡാൻസ് പരിപാടികളൊക്കെ അരങ്ങേറും. അതും കണ്ട് ആസ്വദിക്കാം. സ്റ്റേജ് 7 എന്ന് പറയുന്നത് നമ്മുടെ പള്ളി സ്റ്റോപ്പാണ്. പള്ളി സ്റ്റോപ്പിന്റെ അവിടെ നമ്മുടെ SBI ബാങ്കിന്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ആണ് സ്റ്റേജ് 7 തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റേജ് 7ാമത്തെ സ്റ്റേജിലും നല്ല കിടിലൻ പരിപാടികൾ തന്നെയാണ്. സ്റ്റേജ് 8
സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ആ മൈജി ഷോപ്പിന്റെ ഒക്കെ അവിടെ ആയിട്ട് കുറച്ചും കൂടി നീങ്ങി അവിടെ ഓട്ടോപേട്ടയൊക്കെ ഉണ്ട്, അതിന്റെ ആ ഭാഗത്തായിട്ടാണ് സ്റ്റേജ് 8 ഒരുക്കിയിട്ടുള്ളത്. അവിടെയും നല്ല മനോഹരമായ പരിപാടികളുണ്ട്. സ്റ്റേജ് 9 എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് റോഡിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഫർണിച്ചർ എന്ന് പറഞ്ഞ സ്ഥാപനം കാണാം. അവിടെയാണ് സ്റ്റേജ് 9, 9ാമത്തെ സ്റ്റേജ്. അവിടെയും ആളുകൾക്ക് കാണാവുന്ന ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേജ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേജ് 10 എന്ന് പറയുന്നത് അവസാനത്തെ സ്റ്റേജ് നമ്മുടെ മർച്ചന്റ് യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന എക്സ്പോയുടെ ഉള്ളിലുള്ള സ്റ്റേജാണ്. ഇന്ന് ഗംഭീര പരിപാടികളാണ് അവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് മെഗാ ഫാഷൻ ഷോ ഉൾപ്പെടെ DJ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ കിടിലൻ പരിപാടികളാണ് സ്റ്റേജ് 10 നടക്കുന്നത്. ഇനി ഈ വേദികളിലൊക്കെ തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളെ കൂടി ഞാൻ പറയാം. റഷ്യൻ ഡാൻസ് മെഗാ ഷോ, മായങ്ക് അക്കാദമി അവതരിപ്പിക്കുന്ന ഡാൻസ്, ഫാഷൻ ഷോ, ഗാനമേള, DJ വിത്ത് വാട്ടർ ഡംസ്, ഫയർ ഡാൻസ്, മാജിക് ഡാൻസ്, ജിബൂംബ മാജിക് ഷോ, പപ്പറ്റ് ഷോ, ബൊമ്മ ഡാൻസ്, ഫിഗർ ഷോ, ഗുന്നസ് അബീഷ് അവതരിപ്പിക്കുന്ന ഷോ എന്നിങ്ങനെ കിടിലൻ ഒരു 13ഓളം ഐറ്റം പരിപാടികളാണ് നടക്കുന്നത്. ഇതിൽ ഈ റഷ്യൻ ഡാൻസ് എല്ലാ വേദികളിലും അവതരിപ്പിക്കപ്പെടുന്നതാണ് മനസ്സിലായത്. ഇതിൽ പറയുന്ന പല പരിപാടികളും എല്ലാ സ്റ്റേജുകളിലും അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. പക്ഷെ ചില പരിപാടികൾ ചില വേദികളിലായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഹാപ്പി ബൈജുവിന്റെ പരിപാടി ട്രങ്ക് റോഡ് ജംഗ്ഷനിലുള്ള ആ വേദിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, വേദി മനസ്സിലായി, പരിപാടികൾ മനസ്സിലായി. ഇനി ഒരു 7 മണി തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ചാലക്കുടിയിൽ ആനമല ജംഗ്ഷൻ മുതൽ സൗത്ത് ജംഗ്ഷൻ വരെ 10 വേദികളിലായിട്ട് 16 പരിപാടികൾ കിഡിലോസ്കി ആയിട്ട് നമുക്ക് ആവേശപൂർവ്വം ആഘോഷപൂർവ്വം എൻജോയ് ചെയ്ത് നമുക്ക് കലകാം. ഞാനും ആ വഴി കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകണ്ടാവും. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങും കൂടി ഇപ്രാവശ്യം ചാലക്കുടി പട്ടണത്തിൽ തിരുനാൾ ആഘോഷിക്കാൻ വരുന്നവർക്ക് വേണ്ടി ടൗൺ അമ്പിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ചാലക്കുടി പട്ടണത്തിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. കൊല്ലാനായിട്ട് ഉപയോഗിച്ച ഈ അമ്പ് അത് എഴുന്നള്ളിച്ചപ്പോൾ ഏറ്റവും ആദ്യം റോം എന്ന് പറയുന്ന മഹാനഗരത്തിൽ പകർച്ചവ്യാധികളിൽ നിന്ന് മോചനം പ്രാപിച്ചു. അതുവഴിയാണ് പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിലെ അധികാരങ്ങളുടെ വസൂരിൽ ധാരാളമായിട്ട് പറന്ന് പന്തലിച്ചപ്പോൾ ഈ അമ്പ് എഴുന്നള്ളിച്ചത് വഴി വസൂരി രോഗത്തിൽ നിന്ന് അത്ഭുതകരമായൊന്നും ചികിത്സിക്കാൻ പറ്റാത്ത ആ മാരകമായ രോഗത്തിൽ നിന്ന് ഈ നാടിനെ, കേരളത്തിലെ പല പ്രദേശങ്ങളെ സംരക്ഷിച്ച് സെബസ്ത്യാനോസ് പിന്നെ നമ്മുടെ ടൗൺ അമ്പ് പ്രദക്ഷിണം ഉണ്ട് കേട്ടോ. 8 മണിയാവുമ്പോൾ നമ്മുടെ IBGMന്റെ അവിടെ നിന്ന് ആരംഭിക്കും. ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളത്തിന് ശിങ്കാരിമേളം, എല്ലാം കൂടി ഒരു ആഘോഷ കാഴ്ചയായിട്ട് അങ്ങോട്ട് നീങ്ങും. അങ്ങനെ അങ്ങോട്ട് മാർക്കറ്റ് റോഡ് കൂടി ഒരു 11 മണിക്കുള്ളിൽ അങ്ങോട്ട് പള്ളിയിൽ അങ്ങോട്ട് കയറും അമ്പ് പ്രദർശനം. പിന്നെ അത് കഴിഞ്ഞാൽ വാനിൽ വർണ്ണമഴ, അതോടുകൂടി ശുഭം ദീപ്തം സമാപ്തം. ടൗൺ അമ്പിന് അങ്ങോട്ട് തിരശ്ശീല വീഴും. അപ്പോൾ കാണാട്ടോ, നമ്മുടെ ടൗൺ അമ്പിന് കാണാം എവിടെയെങ്കിലൊക്കെ വെച്ച്.